cheesecake and ice cream, prawns on rice, beef on chips, fruit juice. ഇത്രയാണ് ഇതിൻ്റെ വില. നമ്മൾ വേറൊരു രാജ്യം കാണാൻ പോകുമ്പോൾ അവിടുത്തെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് കുക്ക് ഐലൻഡിലാണ്. നമ്മുടെ കേരളം പോലെ തന്നെ ഇരിക്കുന്ന ഒരു ട്രോപ്പിക്കൽ പ്ലേസ് ആണിത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഫുഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം അങ്ങനെ ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് വന്നപ്പോൾ കണ്ട ഒരു സ്ഥലമാട്ടോ ഇത്. ഇവർക്ക് ഇവിടെ ബുഫേ ഉണ്ട്. പിന്നെ ഹാപ്പി അവേഴ്സ് എന്ന് പറയുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ചീപ്പായിട്ട് ഡ്രിങ്ക്സും ഒക്കെ കിട്ടും. കോക്ടെയിലും ഉണ്ട്, മോക്ടെയിലും ഉണ്ട്. അപ്പോൾ ഇതൊരു അടിപൊളി റിസോർട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഇതും കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന്. അപ്പം ഞങ്ങൾ റിസപ്ഷൻ ഏരിയയിൽ നിന്ന് ഇവരുടെ ഡൈനിങ് ഏരിയയിലേക്ക് പോവുകയാണ് കേട്ടോ. രണ്ട് സൈഡും കാണുന്നത് ഇവിടുത്തെ റൂംസാണ്. അപ്പം നമുക്കിവിടെ ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാം. അപ്പം ഞങ്ങളൊന്ന് പോയി നോക്കുവാണേ. കണ്ടോ, റെസ്റ്റോറൻറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ലെഫ്റ്റ് എടുത്ത് പോകണം. നേരെ പോകുമ്പോൾ അവിടെ റൂംസിലേക്കുള്ള എൻട്രൻസ് ആട്ടോ. നമ്മൾ ഇവിടെ റൂം ബുക്ക് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റ് നോക്കി പോവുകയാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമേ. കണ്ടോ, ഓല മേഞ്ഞിട്ടുള്ള പോലത്തെ റൂഫിംഗ് ആണ്. പിന്നെ കുറച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അത് കാരണം കുറച്ച് വെറ്റായിട്ടാണ് കിടക്കുന്നത്. ഒരു പൂളുണ്ട്. ഇത് പക്ഷേ ഉള്ളി ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതാണ് അവരുടെ ഡൈനിങ് ഏരിയ. ബുഫേ തുടങ്ങിയിട്ടില്ല, എല്ലാം അറേഞ്ച് ചെയ്ത് വച്ചിട്ടേ ഉള്ളൂ. കണ്ടോ, ഇതിപ്പോൾ അത്ര ഏകദേശം ഒരു 5-5:30 ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു രാത്രിയൊക്കെ ആകുമ്പോഴാണ് ഇത് ശരിക്കും ആൾക്കാരൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ടുള്ളത്. ഇത് കണ്ടോ, ഒരു കുട്ടിക്കുളം, അതൊരു ചെറിയൊരു അമ്പലം നിൽപ്പുണ്ട്. കുറച്ച് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ബീച്ച് കാണാൻ പറ്റും. അപ്പം ഞാനൊന്ന് ആ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോട്ടെ കേട്ടോ. അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് നോക്കാം. ഏതായാലും നമ്മൾ വന്നതല്ലേ ഇത്രയും. ഇത് ഇത്തിരി എക്സ്പെൻസീവാണ് ഈ ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്യുവാണെങ്കിൽ, റിസോർട്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ കിട്ടും എത്രയാണെന്നൊക്കെ ഉള്ളത്. ഈ കസേരകളൊന്നും ഇപ്പോൾ എടുത്തു വച്ചിട്ടില്ല കേട്ടോ, കാരണം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. കണ്ടോ, അത് ശരിക്കും നമ്മുടെ ബീച്ചിലേക്ക് ആക്സസ് ഉണ്ട്. ഇവിടെ നിന്ന് കയാക്കിങ് ഇവിടെ നിന്ന് എടുക്കാം. പക്ഷെ ഇതും ഇവിടെ താമസിക്കുന്നവർക്കാണ്. പിന്നെ എക്സ്ട്രാ പേയ്മെൻറ്റ്സ് ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഫ്രണ്ടിൽ കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും ലഗൂൺ പോലെ ഒട്ടും ആഴമില്ല കേട്ടോ. നമുക്ക് താഴത്തുള്ള ആ പാറക്കല്ലുകളൊക്കെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ വ്യക്തമായിട്ട് കാണാം. കണ്ടോ, അധികം ആൾക്കാർ ആരുമില്ല. ഇതാണ് ഈ ഹോട്ടലിൻ്റെ പേര്, ക്രൗൺ ബീച്ച് റിസോർട്ട്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം. ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണ്. കണ്ടോ, അപ്പോൾ ആ ദൂരത്ത് കാണുന്ന ആ ഒരു ബോർഡർ കണ്ടോ, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നല്ല ആഴമുണ്ട്. പക്ഷെ അതിൻ്റെ ഫ്രണ്ട് വശത്ത് ഒട്ടും ആഴമില്ല. നമുക്കവിടെ കാണാം കേട്ടോ, ആൾക്കാർ സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് റിസോർട്ടിൻ്റെ വ്യൂ. ഞാൻ അവിടേക്ക് തിരിച്ചു പോവുകയാണ്. അവരെന്താ ഓർഡർ ചെയ്തേന്ന് നോക്കണമല്ലോ. അപ്പം അതിനിടയ്ക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഗതി കണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഹണിമൂൺ ഇതൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാം. പ്രൈവറ്റ് ഡിന്നർ കൈൻഡ് ഓഫ് തിങ് കണ്ടോ, അവിടെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണുണ്ടോ. അപ്പോൾ ഒരു ഹണിമൂൺ ഒരു സ്ഥലവും കൂടെയാണെന്ന് തോന്നുന്നു അത്. ശരിക്കും രാത്രിയിൽ വരണമായിരുന്നു കേട്ടോ, അപ്പോഴേക്കും കുറച്ചും കൂടെ ആൾക്കാരും ആ ഒരു വൈബ് വരുള്ളൂ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട്, വേറെ ആരും വന്നിട്ടില്ല. ഒരബദ്ധം പറ്റി. ഇവിടെ നമ്മൾ ബുക്ക് ചെയ്യണം അത്ര നേരത്തെ നമുക്ക് ബുഫേ കഴിക്കണം എന്നുണ്ടെങ്കിൽ. അത് കാരണം ഞങ്ങൾ കുറച്ച് ഡ്രിങ്ക്സ് മാത്രം കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അവിടെ ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു നൈറ്റ് മാർക്കറ്റിൽ വന്നേക്കുവാണേ.
ഫുഡ് ഓർഡർ ചെയ്യാൻ. ഇത് കണ്ടോ, ഇതാണ് ഞങ്ങൾ വാങ്ങിച്ചത് ഫസ്റ്റ് ഐറ്റം. വേഫിൾസ് ആണ്. കുറച്ച് സ്വീറ്റ് ഡിഷാണ്, പക്ഷെ നന്നായി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടി ഇതാട്ടോ സീ ഫുഡ് പ്ലേറ്റ്. ഇത് കൊള്ളായിരുന്നു കേട്ടോ. ചോറും വൈറ്റ് റൈസാണ്, പിന്നെ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയ സീ ഫുഡിൻ്റെ കറി പോലെ. അതായത് പ്രോൺസ് ഉണ്ട്, പിന്നെ മസിൽസ് ഉണ്ട്, ക്രാബിൻ്റെ പീസ് ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ മീൻ കഷ്ണങ്ങളുണ്ട്. അതെല്ലാം കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി പോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക്, റൈസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചേക്കുവാണ്. നന്നായി ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ കുക്കിങ്ങായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എരിവ് കുറവാണ്, പക്ഷെ തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ച് വയ്ക്കുമ്പോഴും അധികം എരിവിടാറില്ലല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയണത് ബീഫ് ഫ്രൈ. അത് നമ്മുടെ ചിപ്സ് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലിട്ട് തന്നേക്കണം. നന്നായി ഉണ്ടായിരുന്നു. ഈ ഫിഷ് ആൻഡ് ചിപ്സ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇവരുടെ ഫേവറേറ്റ് സാധനങ്ങളാണ്. അതിന് പകരം ബീഫ് ആൻഡ് ചിപ്സ് നല്ലതായിരുന്നു കേട്ടോ. ഇത് ഗാർലിക് പ്രോൺസ് ഓൺ റൈസ്. ഇതും തേങ്ങാപ്പാലിൽ ഇട്ട് വെച്ചതാണ്, പക്ഷെ ഗാർലിക് കുറച്ച് അധികമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനും നന്നായിട്ടുണ്ടായിരുന്നു. വലിയ എരിവൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ വന്നിരിക്കുന്ന ഗാർഡൻ ഇതാട്ടോ, ഗാർഡൻസ് ആൻഡ് കഫേ. നമ്മുടെ കടച്ചക്ക. നമ്മളെ കേരളത്തിലുള്ളവർക്ക് ഇതൊന്നും വലിയൊരു കാര്യമായിരിക്കില്ല. പിന്നെ ഓഫ് കോഴ്സ് ഇവർക്ക് ചെമ്പരത്തിപ്പൂ ഭയങ്കര ഇമ്പോർട്ടൻസ് ആട്ടോ. കണ്ടോ, പല ടൈപ്പ് ചെമ്പരത്തിപ്പൂ ഉണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. കപ്പങ്ങ കണ്ടോ, പഴുത്ത് നിൽക്കുക. അയ്യോ, പൂ നല്ല ഭംഗിയില്ലേ. 2 ഷെയ്ഡ്, ഒരേ ചെടിയിൽ തന്നെ 2 ഷെയ്ഡ് പൂവുണ്ടായിരുന്നു. അടിപൊളി. പോട്ടെ. സൈക്കിളിലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അത് ശരി $10 അപ്പോൾ അത് എൻട്രൻസ് ഫീ ഉണ്ട് കേട്ടോ. $10 per person. പ്ലീസ് പേ ഹിയർ. ഇത് ഗാർഡനും കഫേയും കൂടെ കൂടിയതാട്ടോ. അപ്പോൾ നമ്മളിവിടുത്തെ ഗാർഡനിൽ കയറണമെങ്കിൽ $10 per person കൊടുക്കണം. അപ്പം ഞങ്ങൾ $30 കൊടുത്തിട്ടാണ് അകത്തേക്ക് കയറിയത്. ഈ മരം കണ്ടോ, ഇത് എത്ര വലുതായേക്കണോ. അതിനകത്തുനിന്ന് വേര് പോലൊരു സാധനം താഴത്തേക്ക് വന്നിട്ട് താഴത്തെ വെള്ളത്തിൽ മുട്ടിയിട്ട് അവിടെയും വേര് മുളച്ചേക്കണം. ഞാൻ ഈ ഗാർഡൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാമേ. നമുക്കിതൊന്നും വലിയ പുതുമയായിട്ട് തോന്നില്ല. ഇത് വെഡ്ഡിങ് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതാണ് അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുഴപ്പം മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ അവർ നിർത്തിയേക്കുമായിരിക്കും. പഴം വെട്ടിക്കളഞ്ഞായിരിക്കുമോ? ചെറുപഴോ? ഓർക്കിഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ സ്വന്തം ശംഖുപുഷ്പം. കേരളം തന്നെ. ഇത് കണ്ടോ, നല്ല രസമുണ്ടല്ലേ. ഇത് മോതിരം കേട്ടോ, അവരുണ്ടാക്കി വെച്ചേക്കുവാണ്. $10 എങ്ങാണ്ടായിരുന്നു ഒരെണ്ണത്തിന്.
പിന്നെ കുറേ ഷോ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈ തേങ്ങ പിന്നെ ഷെൽസ് ഒക്കെ കൊണ്ടാണ് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. വളകൾ കണ്ടോ, ബാക്ക് സൈഡിൽ വളയൊക്കെ ഉണ്ട്. പിന്നെ കമ്മലുണ്ടാക്കിയേക്കണ കണ്ടോ, തെങ്ങിൻ്റെ ഓല കൊണ്ടിട്ടാണ്. ഞങ്ങളൊരു ട്രോപ്പിക്കൽ ജ്യൂസ് ഓർഡർ ചെയ്തു കേട്ടോ. പക്ഷെ ഇത് അത്ര വലിയ ഗുണമുണ്ടായില്ല. ഇതെനിക്ക് നമ്മുടെ ടാങ്ക് എല്ലാം കലക്കി കുടിക്കണം അതേ ഫീൽ വന്നു. ഇത് ഒറിജിനൽ ഫ്രൂട്ട് ആയിരുന്നില്ല എന്തായാലും. ഇത് പിന്നെ ഓർഡർ ചെയ്ത് ചീസ് കേക്ക് ആട്ടോ. ഒരു കഷ്ണം ചീസ് കേക്ക്, 2 സ്കൂപ്പ് ഐസ്ക്രീം, പിന്നെ തണ്ണിമത്തൻ ഉണ്ടായിരുന്നു, അത് യെല്ലോ തണ്ണിമത്തൻ, പിന്നെ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണം കട്ട് ചെയ്തത്, ഒരു പീസ് പപ്പായ, പിന്നെ ശംഖുപുഷ്പം, മിൻറ്റ് ലീഫ് ആൻഡ് അതിൻ്റെ മുകളിൽ തേങ്ങ ചിരകിയത്. ഇവരുടെ എല്ലാ ഡിഷിൻ്റെ മുകളിലും തേങ്ങ ചിരകിയിടും. ടേസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അടിപൊളിയായിരുന്നു കേട്ടോ. ചീസ് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ വീഡിയോയുടെ കൂടെ ഞങ്ങൾ ലഗൂൺ ട്രിപ്പ്, ഒരു ബോട്ട് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അവർ പ്രൊവൈഡ് ചെയ്ത ഫുഡും കൂടെ ആഡ് ചെയ്യുവാണേ. നല്ല ടേസ്റ്റുള്ളൊരു ഫുഡായിരുന്നു. അതായത് ഈ കാണുന്നത് മാഷ് പൊട്ടറ്റോ ആണ്. അത് നന്നായിട്ടുണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ച് തന്നെ വികാരമൊന്നുമില്ല, കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ നല്ലതായിരുന്നു. പിന്നെ കുറച്ച് കോൾസ്ലോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് സലാഡ് പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പപ്പായ കറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് തേങ്ങാപ്പാലിൽ ഒഴിച്ചു വെച്ചിരിക്കുന്നത് പപ്പായാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കണമെന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. എഗെയിൻ തണ്ണിമത്തനും ഡ്രാഗൺ ഫ്രൂട്ട്സും. നമ്മുടെ കേരളം പോലെ തന്നെ ട്രോപ്പിക്കൽ ഒരു സ്ഥലമായതുകൊണ്ട് ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ ഒരുപാടുണ്ട്. പാഷൻ ഫ്രൂട്ട്, ദെൻ എഗെയിൻ പപ്പായ. 2 ടൈപ്പ് ഉണ്ടായിരുന്നു, തേങ്ങ ചിരകിയിട്ടതും ചിരകിയിടാത്തതും. ഞാൻ തേങ്ങ ചിരകിയിട്ടതാട്ടോ എടുത്തത്. പിന്നെ കുറച്ച് ബ്രെഡും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ക്യാമറ എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് വരാഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അവർ നമുക്ക് ബാർബിക്യൂ ചെയ്ത കുറച്ച് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. അതായത് ബാർബിക്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൊതി കെട്ടി വെച്ചിരിക്കുന്ന ചിക്കനാന്ന് തോന്നുന്നു, അത് ഞാൻ വാങ്ങിച്ചില്ല. പക്ഷെ മറ്റേത് ബാർബിക്യൂ ചെയ്ത നേന്ത്രപ്പഴവും പിന്നെ ഉള്ളിയും, അത് അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ബാർബിക്യൂ ചെയ്ത ഫിഷ്. പിന്നെ ഞാൻ പൊതുവേ സോസേജ് കഴിക്കാറില്ല, അത് കാരണം സോസേജ് ഞാൻ വാങ്ങിച്ചില്ല. കണ്ടോ, ഇതാണ് ഞാൻ വാങ്ങിച്ച ഫുഡ്. എനിക്ക് തോന്നുന്നത് പൊതുവേ നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് ഇവരുടെ ഫുഡ് ഇഷ്ടപ്പെടും. കുറച്ചൊരു എരിവ് കുറവ് ഫീൽ ചെയ്യുമെങ്കിലും നമുക്കിവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അവിടെ കിട്ടുന്നത്. പിന്നെ പ്രൈസ് നോക്കുവാണെങ്കിൽ അറൗണ്ട് ഒരു $23 ഒക്കെ വരുന്നുണ്ട്. ന്യൂസിലൻഡിൽ നിന്ന് പോകുന്നവർക്ക് അവിടുത്തെ സെയിം കോസ്റ്റ് തന്നെയാണ് ഫുഡിനൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.